പ്രഗ്നൻസി ടൈമിൽ ഗം ബ്ലീഡിങ് വരാറുള്ളത് നോർമലാണ്. ഇതെല്ലാ പാരന്റ്സും ഇനീഷ്യലി ഒന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ബേബീസ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇത് നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ പൊതുവേ ഹോർമോണൽ വേരിയേഷൻസ് വരുമ്പോൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവലൊക്കെ കൂടുമ്പോഴാണ് ഗം ബ്ലീഡിങ് വരുന്നത്. പക്ഷെ അത് നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിൽ കേടുണ്ടെങ്കിലോ പ്ലാക്ക് അക്യുമുലേഷൻ ഉണ്ടെങ്കിലൊക്കെ വരും. അപ്പോൾ നമുക്ക് വൺസ് ആ പല്ലിൽ വല്ല ഇൻഫെക്ഷനോ പെയിനോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ആന്റിബയോട്ടിക്സ് എടുക്കുന്നൊന്നും വയറ്റിലുള്ള കുട്ടിക്ക് അത്ര സേഫ് അല്ല. എല്ലാം പ്രഗ്നൻസി സേഫ് മെഡിസിൻസ് ആവണമെന്നില്ല. ഇതിന് ട്രീറ്റ്മെന്റ്സ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യണം. അല്ല വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഡെന്റൽ ഇൻഫെക്ഷൻസ് വല്ലതുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. കാരണം കുട്ടിയുടെ വായിൽ പൊതുവേ ജനിക്കുന്ന സമയത്ത് ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവാറില്ല. അമ്മയുടെ കയ്യിൽ നിന്നാണ് കുട്ടിക്കെല്ലാം കിട്ടുന്നത്. നമുക്കത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ നിങ്ങളുടെ വായിൽ വല്ല കേടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പാസിഫയർ ക്ലീൻ ചെയ്യുമ്പോഴാണെങ്കിലും പാല് കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുട്ടീനെ ഉമ്മ വയ്ക്കുമ്പോൾ പോലും നിങ്ങളുടെ വായിലുള്ള ബാക്ടീരിയാസ് കുട്ടിക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇനീഷ്യലി തന്നെ ഒന്ന് ഡയഗ്നോസ് ചെയ്യണം. ഇങ്ങനെ ഗം ബ്ലീഡിങ് വരുന്നത് നോർമലാണ്. ഹോർമോണൽ വേരിയേഷൻസ് എല്ലാം മാറുമ്പോൾ പൊതുവേ ശരിയാവാറുണ്ട്. പക്ഷെ എന്നാലും അത് വെറും നോർമൽ വേരിയേഷൻ തന്നെയാണോ, അതിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് റൂൾ ഔട്ട് ചെയ്ത് വെക്കണം. എല്ലാ ഗം ബ്ലീഡിങ് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല.